ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മത്സരിക്കാൻ സാധ്യതയേറി. മത്സര സാധ്യത ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡും തള്ളിയില്ല. ഉമ്മൻചാണ്ടി ജയസാധ്യത കൂടുതലുള്ള സ്ഥാനാർത്ഥിയാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അതേസമയം UDF-ലെ സീറ്റ് വിഭജനം സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ്. മുന്നണിയിലോ പാർട്ടിയിലോ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുമ്പോൾ ഘടകകക്ഷി സീറ്റുകൾ സംബന്ധിച്ച ധാരണകൾ മറ്റ് നേതാക്കൾ പരസ്യമാക്കുന്നുണ്ട്. കോൺഗ്രസിലും UDF-ലും സീറ്റ് ചർച്ചകൾ സജീവമാകുന്ന കാഴ്ചയാണ് ഇന്നും കാണാനുണ്ടായിരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായത് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. നേരത്തെ തന്നെ കോട്ടയത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കുകയും കേരള കോൺഗ്രസിന് ഇടുക്കി സീറ്റ് നൽകുകയും ചെയ്യുന്ന ഒരു ചർച്ച ഉയർന്നിരുന്നു. എന്നാൽ കോട്ടയത്ത് സീറ്റ് കേരള കോൺഗ്രസിന് തന്നെ നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും ചർച്ചകളുമാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നിലപാട് പറഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് ഇന്നും അദ്ദേഹം നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും എവിടെയും നിർത്താൻ സാധിക്കുന്ന മികച്ച സ്ഥാനാർത്ഥിയാണ്. ഹൈക്കമാൻഡിന് ഉമ്മൻചാണ്ടി മത്സരിക്കുന്നതിൽ എതിർപ്പൊന്നും ഇല്ലെന്ന സൂചന AICC ജനറൽ സെക്രട്ടറിയായ മുകുൾ വാസ്നിക്കും ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമപ്രവർത്തകരോട് നൽകുകയുണ്ടായി. While this process is going on, certainly there will be suggestions made from time to time as to what should be happening, but this is the process which we normally follow. ഇതുവരെ ഇത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയിരുന്ന ഉമ്മൻചാണ്ടി ഇന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഇങ്ങനെ പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി എതിർക്കാതിരുന്നാൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായി തന്നെ കേരളത്തിൽ ഉണ്ടാവുമെന്ന സൂചനകൾ തന്നെയാണ് നേതാക്കളുടെ പ്രസ്താവനയിൽ നിന്ന് ലഭിക്കുന്നത്. അതേസമയം UDF-ലെയും കോൺഗ്രസിലെയും സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള അവ്യക്തതകൾ ഇപ്പോഴും നീങ്ങുന്നില്ല. ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് UDF-ന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉള്ളത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ ഒരു ഫോറത്തിലും ഇതുവരെ ചർച്ച ആരംഭിച്ചിട്ടില്ല. അതേസമയം ഓരോ ഘടകകക്ഷിയിലെ സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള വ്യക്തത കൂടുതൽ വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കൊല്ലത്ത് RSP നേതാവ് കൂടിയായ NK പ്രേമേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അവരുടെ പാർട്ടി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ കേരള കോൺഗ്രസ് M-ന് കോട്ടയം സീറ്റ് നൽകുമെന്ന് ഉമ്മൻചാണ്ടി ഇന്ന് വ്യക്തമാക്കി. ജോസ് കെ മാണിയുടെ കേരള യാത്രയുടെ ഉദ്ഘാടന വേളയിൽ കാസർഗോഡ് വെച്ചാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. UDF-ന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി എന്നല്ല പറയുന്നത്. പക്ഷേ കേരള കോൺഗ്രസിന് നിലവിലുള്ള സീറ്റ് കോട്ടയം, അത് കേരള കോൺഗ്രസിന് അല്ലേ. സീറ്റ് ധാരണകളായെന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവനയെ മുസ്ലിം ലീഗ് നേതൃത്വം ഇന്ന് തള്ളിയിട്ടുണ്ട്. മുല്ലപ്പള്ളി അത് പറഞ്ഞത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുമായി ഡിസ്കഷൻ നടന്നിട്ടില്ല. ഘടകകക്ഷികൾ ഡിസ്കഷൻ നടന്നാലല്ലേ അവർക്ക് ആവശ്യമുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഡിസ്കഷൻ തുറന്നിട്ടില്ല, ഓപ്പൺ ചെയ്തില്ല. ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടന്നില്ലെങ്കിൽ പോലും അനൗദ്യോഗികമായ ചർച്ചകൾ മുന്നണിക്കകത്തും പാർട്ടികൾക്കകത്തും നടക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് നേതാക്കളുടെ പ്രസ്താവനകൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും മുഹമ്മദ് അസ്ലം, മീഡിയ 1.